ഹായ് കൂട്ടുകാരെ, ഞാൻ മഴ പെയ്ത് തോർന്നപ്പോൾ ഒന്ന് മേലേക്ക് കയറി വന്നതാട്ടോ. ടെറസിൻ്റെ മേലെ വന്നപ്പോഴേ ഇവിടെ മഴവെള്ളം നിറഞ്ഞിങ്ങോട്ട് മുട്ടി നിൽക്കുക. അത് കണ്ടോ, വെറുതെ ഒരു ബക്കറ്റ് വെച്ചതായിരുന്നു, അതൊക്കെ നിറഞ്ഞു കവിഞ്ഞാണ്. ഞാൻ ഈ മണ്ണിൽ എന്തെങ്കിലും പണിയെടുത്താൽ ഒന്ന് കഴുകാലോ വിചാരിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ബക്കറ്റ് വെച്ചപ്പോൾ നിറഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നല്ല വെള്ളപ്പൊക്കം. പിന്നെ ഇപ്പം എന്താ പറയുക, ഇന്ന് ചിങ്ങം വന്ന്. അപ്പം ഞാനിങ്ങനെ അടുക്കളയിൽ നോക്കിയപ്പോൾ ആരും കാണാതെ ഒരു മൂലയിലൊരു ലേശം പയറിരിക്കുന്നുണ്ട്, പയറിൻ്റെ മണി. അപ്പോൾ അതൊരു കവറിലായിരുന്നു, അത് എന്തോ മറന്നിട്ട് അവിടെ അങ്ങനെ ഇരുന്നത്. അപ്പോൾ എനിക്ക് തോന്നി അതൊന്നും അങ്ങോട്ട് കുത്തിയിട്ടാലോ എന്ന്. അപ്പം ഞാൻ എവിടെ കുത്തിയിടുന്ന ആലോചിച്ചപ്പോൾ അതിട്ടോ ഈ ഒരു ചീര ഇരിക്കണം, ഇത് കുറച്ചായി ഇതിൻ്റെ ആയുസൊക്കെ കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ മുരടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെ അങ്ങോട്ട് ഒഴിവാക്കിയിട്ടേ ഇതിലെല്ലേലും ഈ ഉള്ള പയറുമണി ഇത് കണ്ടോ, നിറമൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. എന്നാലും വേണ്ടില്ല, ഇത് മുളയ്ക്കില്ലേന്ന് അറിയണ്ടേ. അപ്പം എൻ്റെ മറ്റേ പയർ നന്നായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അതിൽ നിന്ന് 2 ട്രിപ്പ് ഇലയൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു, നല്ല ഇലക്കറിയൊക്കെ വെച്ചു. പക്ഷേ ഇനി ഇതൊന്ന് കുത്തിയിട്ടിട്ട് ഉണ്ടാവില്ലെന്ന് നമുക്ക് നോക്കണ്ടേ. അപ്പോൾ ഇവിടെ കുറച്ച് ഒഴിഞ്ഞ ചാക്കുകളൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. മണ്ണൊക്കെ പോയി തുടങ്ങി മഴ പെയ്തിട്ടതായിട്ട്. പിന്നെ എൻ്റെ എന്താ പറയുക ഇതിന്, ഡ്രാഗൺ ഫ്രൂട്ട്. അപ്പോൾ അത് അത്യാവശ്യം നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കിത് നല്ലൊരു ഇഷ്ടമായി. ഒരു കുഞ്ഞ് കഴുത്ത്, ഒരു എന്താ പറയുക, ഇതിലിതാ ഈ ചെറുത് നിൽക്കണു. ഇത്ര പോന്ന ഒരു ചെറിയ കഷ്ണം വാങ്ങിയതാട്ടോ 50 രൂപയ്ക്ക്. അതിപ്പോൾ വാങ്ങിക്കൊടുന്ന് വെച്ചിട്ട് 1 വർഷം കഴിഞ്ഞു. ഇപ്പോൾ ഇത്രയും വലുതായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇടയ്ക്ക് ഇതിലേക്ക് വളമൊക്കെ അങ്ങോട്ട് കയറ്റി കൊടുക്കും. അപ്പോൾ അതിപ്പോൾ ഒന്ന് നന്നായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇനി പയറിൻ്റെ മണി ഇങ്ങനെ ഈ 2 മണിയാണ് വെക്കുക എന്ന് പറയും. പക്ഷേ ഇതിന് കുറച്ച് കേട് വരാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ കേട് വന്നത് പോട്ടെ, നല്ലതുണ്ടാവട്ടെ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു 4 വിത്ത് ഞാൻ ഇപ്പോൾ ഇതിലൊക്കെ ഇടുകയാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ, ഉണ്ടായാൽ ആയി. പോയത് പോവും, ബാക്കി കിട്ടും. നല്ല മഴക്കാറും മഴയുണ്ട് കേട്ടോ. ഇത് മാറിയിട്ട് വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടൊന്ന് കയറിയതാണ്. മഴ ഇല്ല, മഴ പോയി. പക്ഷേ ഇതിലിപ്പോൾ ഇത് കയറിയതായതുകൊണ്ട് ഇതിലുണ്ടാക്കിയാൽ വളമിട്ട് കൊടുക്കാൻ പറ്റില്ലല്ലേ. അപ്പോൾ ചാക്ക് മാറ്റേണ്ടി വരും. ഇപ്പോൾ അതിൽ 2ലും വെച്ചു. ഇനിയിപ്പോൾ ഇതിന്ന് ഈ ചീര അങ്ങോട്ട് ഒഴിവാക്കിയിട്ടേ, ഈ ചീര ഒന്നും ഇപ്പം ഇനി ഉണ്ടാവില്ല. കർക്കിടകം കഴിഞ്ഞതുകൊണ്ട് ഇനിയിപ്പോൾ വല്ലാതെ മഴ ഉണ്ടാവില്ല. അപ്പോൾ കുത്തിയിടുക, എങ്ങനെ ഉണ്ടെന്ന് അറിയാലോ. കായ്ച്ചില്ലെങ്കിലും ഇലയെങ്കിലും നുള്ളാന്ന് വിചാരിക്കുക, ഉണ്ടാവട്ടെ. പിന്നെ ഇവിടെ ഒരു കഷ്ണം ഇഞ്ചി ഉണ്ടായിട്ടുണ്ട്. ഇതെന്തോ ഒരു ചെടി കേട്ടോ. ഇതെന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ എന്തൊക്കെ പാകിയപ്പോൾ അതിൽ വന്നതാണ്. ഇതെന്താണെന്നാവോ, എന്തെങ്കിലും ആയി മാറിയെങ്കിൽ കാര്യം. ഇത് ഞാൻ ഇതുവരെ എവിടെയും കാണാത്തൊരു സാധനമാണ്. ഇത് ഇങ്ങനത്തെ ഒരു വീഡിയോ ഒരാൾ എന്തോ ചെയ്തൊരു പൂ വിരിഞ്ഞത്. അങ്ങനെ പൂവുണ്ടാവുമോ? എന്തായാലും ഉണ്ടാവുമ്പോൾ ഉണ്ടാവട്ടെ. പിന്നെ ഞാനേ ഇന്നാൾ വീഡിയോ എടുത്തതിൽ എൻ്റെ ഉരുളക്കിഴങ്ങിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ആ വീഡിയോ എടുത്തതിന് ശേഷം ഇതിനൊരു പഴുപ്പ് പറ്റിയിട്ടോ, അങ്ങനെ ഉണങ്ങാൻ പോകുന്നുണ്ട്. പിന്നെ ഇതിലുള്ളതും ഒരു പഴുപ്പ് വന്ന് നിൽക്കണം, അങ്ങനെ നാശമായി. ഈ പയറൊക്കെ ഞാൻ 2-3 പ്രാവശ്യം ഇപ്പോൾ ഇല നുള്ളിട്ടോ. 10 ഇല വെക്കാൻ വേണ്ടി നുള്ളി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പിന്നെയും ഒരു വട്ടം കൂടി നുള്ളി. അപ്പം നുള്ളും തോറും പയറിന് അങ്ങനെയാണ്, ഇല വേഗം നുള്ളിയാൽ വേഗം കായ്ക്കും. അപ്പോൾ കണ്ടോ, വള്ളിയൊക്കെ ഇട്ട് പോയി, കണ്ടില്ലേ.
പൂവിടാനൊക്കെ തുടങ്ങിയാണ് കേട്ടോ. വാ